കർത്താവിൽ സ്നേഹമുള്ള മാരാമൻ ഭദ്രാസനത്തിലെ സഭാജനങ്ങളെ, വിശ്വാസികളെ, അനുഗ്രഹപ്രദമായ ഒരു ക്രിസ്മസ് ആഘോഷിക്കുവാൻ തക്കോണം നാം ഒരുങ്ങി നിൽക്കുകയാണ്. ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ഉറവിടമായ ദൈവത്തിൻ്റെ പിറവിയുടെ 2024 ജന്മവാർഷികം നാം കൊണ്ടാടുകയാണ്. ക്രിസ്മസിനെ സംബന്ധിച്ചോളം നമുക്ക് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും വളരെയധികം സന്തോഷം നിറഞ്ഞതായ ഒരു ദിവസങ്ങളാണ്. പ്രത്യേകിച്ച് ഡിസംബർ മാസം എന്ന് പറയുന്നത് തന്നെ നമ്മളെല്ലാവരുടെയും ജീവിതത്തിലേക്കൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കേണ്ടതായ ഒരു മാസം കൂടിയാണ്. കാരണം ഒരു വർഷത്തിൻ്റെ അവസാന മാസം, ഈ ഒരു വർഷത്തിൻ്റെ അവസാന മാസം വരെയും പരിശുദ്ധനായ ദൈവം നമ്മെ നടത്തി പരിപാലിച്ചു. നമ്മുടെ ജീവിതത്തിന് ആവശ്യമാകുന്ന എല്ലാ കാര്യങ്ങളും ദൈവം നമുക്ക് നൽകി. ജീവിതത്തിൽ നമുക്ക് ലഭിക്കപ്പെടുന്നതായ എല്ലാ കാര്യങ്ങളും, അത് സന്തോഷത്തിൻ്റെ ഉണ്ട്, സമാധാനത്തിൻ്റെ ഉണ്ട്, ശാന്തിയുടെ ഉണ്ട്, അതുപോലെ തന്നെ ദുഃഖത്തിൻ്റെയും അവസരങ്ങൾ ഈ ഒരു വർഷക്കാലം നമുക്ക് അനുഭവിക്കുവാൻ തക്കവണ്ണം കഴിയും. അത് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ഈ 12 മാസത്തിൻ്റെ അവസാന നിമിഷം വരെ നാം കൂടി വന്നിരിക്കുകയാണ്. അവസാന മാസത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്നത് ക്രിസ്മസ് മാത്രമല്ല, ഒരു ന്യൂ ഇയറും കൂടെ നാം അനുഭവിക്കാനും കാണുവാൻ കൂടെ പോവുകയാണ്. അപ്പൊ എന്തുകൊണ്ടും ഡിസംബർ മാസം നമുക്ക് എല്ലാവർക്കും വളരെയധികം സന്തോഷം തരുന്ന ഒരു ദിനമാണ്. അത് ലോകത്തിൽ മറ്റ് എല്ലാ ആഘോഷങ്ങളെക്കാളും ഭൂമിയിലുള്ളതായ മനുഷ്യന്റെ വാസമുള്ള എല്ലാ രാജ്യങ്ങളിലും ക്രിസ്മസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ജനം സന്തോഷിക്കുകയും ആരാധിക്കുകയും അതിൽ പങ്കാളികളാകുകയും ചെയ്യുന്നത് ക്രിസ്മസ് മാത്രമാണ്. ദൈവത്തിൻ്റെ ഈ ഭൂമിയിലേക്കുള്ള ആഗമനം, സർവശക്തനായ ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് ആയി നിറയപ്പെട്ടതായി അടങ്ങിയിരിക്കുന്നതായ ത്രിത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയായിരിക്കുന്ന പുത്രനായ കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ ഒരു ദിനമാണ് നമ്മൾ ആഘോഷിക്കപ്പെടുന്നത്. എന്തിനാണ് കർത്താവ് ഈ ലോകത്തിലേക്ക് പിതാവ് തന്റെ പുത്രനെ അയച്ചത്? നമുക്കെല്ലാവർക്കും അറിയാം, മനുഷ്യൻ ജന്മന പാപികളാണ്. ലോകത്തിലെ മനുഷ്യന് സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ സർവ്വമനുഷ്യരും പാപത്തിൽ നിറയപ്പെടുന്നു. വേദനകളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം വല്ലാതെ അങ്ങ് ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് സ്വർഗത്തിലെ സ്വനകദോസ് കൂടി ഈ കഷ്ടപ്പെടുന്ന ജനത്തെ, ഈ പ്രയാസം അനുഭവിക്കുന്ന മനുഷ്യരെ എങ്ങനെ അവരുടെ കഷ്ടപ്പാടിൽ നിന്നും, എങ്ങനെ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കുവാൻ കഴിയും? സ്വർഗത്തിലെ സുന്നകദോസ് കൂടി പിതാപുത്രൻ പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ ആ തീരുമാനപ്രകാരം തത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയാകുന്ന യേശു ക്രിസ്തുവിനെ, തന്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയക്കുന്നു. ആ അയക്കുന്ന സന്ദർഭമാണ്, ഭൂമിയിൽ ജനിക്കപ്പെട്ടതായ ആ നിമിഷമാണ് മനുഷ്യന്റെ ശാന്തിയും സമാധാനവും നൽകപ്പെടുന്ന ക്രിസ്മസ് എന്ന് നമുക്ക് വിശേഷിക്കാൻ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. പല മതങ്ങളും പല പണ്ഡിതന്മാരും നിരീശ്വരവാദികളൊക്കെയും പറയുന്നത് ഡിസംബർ മാസം 25 എന്നുള്ളത് ക്രിസ്മസ് അല്ല, അത് സൂര്യദേവന്റെ ജന്മദിനമാണ് എന്ന് പറയുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്. ലോകം അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു ദിനമാണത്. നിരീശ്വരവാദികൾക്കും മറ്റു കാര്യങ്ങൾക്കും മറ്റ് പണ്ഡിതന്മാർക്കൊക്കെയും പല കാര്യങ്ങൾ പറയാം. അവർ പറയുന്നതായ കാര്യങ്ങൾ പ്രസ്താവിപ്പാനും സ്ഥാപിപ്പാനുമാണ് അവർ ശ്രമിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. പക്ഷേ യേശു ക്രിസ്തുവിന്റെ ജനനം ഈ സന്ദർഭങ്ങളിലാണോ എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലോക ചരിത്രങ്ങൾ അതിനെ വ്യക്തമായിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. ദൈവപുത്രൻ ഈ ലോകത്തിൽ വന്നോ, ആ പശ്ചാത്തലം മനുഷ്യരെല്ലാവരും ഒന്നാമത് പാപികളാണ്. രണ്ടാമത് ജീവിതത്തിൽ യാതൊരു സന്തോഷമോ ശാന്തിയോ സമാധാനമോ ഇല്ലാതെ വലയുന്നതായ ഒരു ജനസമൂഹത്തെയാണ് ആ നാളുകളിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെരുശലേമിന്റെയും
അതുപോലെ പലസ്തീൻ നാട്ടിലൊക്കെയും അതിന്റെ പ്രാന്തപ്രദേശങ്ങളിലൊക്കെ മനുഷ്യൻ വല്ലാതെ ഭാരപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നതായ ഒരു സാഹചര്യം. മനുഷ്യൻ എത്രമാത്രം പ്രയാസം അനുഭവിക്കുന്നു എന്നുള്ള തെളിവാണ് ആട്ടിടയന്മാരുടെ ജീവിതം. അവർക്ക് ലഭിക്കപ്പെടുന്നതായ തന്റെ യജമാനന്മാരുടെ ആടുകളെ വനാന്തരങ്ങളിലും പുല്ലുള്ള കുന്നുകളിലും മേടുകളിലും ഒട്ടക്കുന്നുകളിലൊക്കെയും കൊണ്ട് പാർപ്പിച്ച് അവിടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതായ ആ ആടുകളുടെ ജീവിതത്തിലും ഈ മനുഷ്യനും അതുപോലെ തന്നെ ഒരു മൃഗത്തിന് തുല്യമായ ഒരു ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ രാത്രിയാമങ്ങളിൽ തന്റെ ദൂതന്മാര് ആട്ടിടയർക്ക് പ്രത്യക്ഷമായത്. അവർക്ക് ഭവനമോ അല്ല മറ്റുള്ളതായ സൗകര്യ സൗകര്യങ്ങളോ ഒന്നുമില്ല. ഈ മൃഗങ്ങളെ പോലെ ഈ ആടുകളെ പോലെ അവരും ജീവിക്കുകയാണ്. അവർക്ക് കാവല് കിടക്കുകയാണ്. അപ്പോഴാണ് ദൈവത്തിന്റെ ദൂതൻ അവരോട് സംസാരിക്കുവാനിടയായി തീർന്നത്. യേശുക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി ജനിക്കാൻ പോകുന്നു, ഈ ലോകത്തിന്റെ രക്ഷകൻ നിങ്ങൾക്ക് വേണ്ടി പിറക്കാൻ പോകുന്നു എന്നുള്ള സന്ദേശം അവർക്ക് ലഭിക്കുവാൻ ഇടയായി. അത് കേട്ടപ്പം മുതൽ അവരുടെ മനസ്സിൽ ഒരു സമാധാനം, സന്തോഷവും ശാന്തിയും ലഭിക്കുവാൻ ഇടയായി തീർന്നു. അതുവരെയുള്ളതായ ഭൂമിയുടെ പശ്ചാത്തലം ഇരുട്ടാണ്, അന്ധകാരമാണ്. രാത്രിയായാലും പകലാണേലും ആത്മീയപരമായി നമ്മൾ നോക്കുമ്പോൾ അന്ധകാരം മാത്രമാണ്, ഇരുട്ട് മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു പ്രകാശം എന്ന് പറയുവാൻ കഴിയത്തില്ല. ഇരുട്ടിനെ നമ്മൾ ഭയപ്പെടുന്നുണ്ട്. ഇരുട്ടിനെ ചൂണ്ടിക്കാണിക്കുന്നത്, അന്ധകാരത്തെ ചൂണ്ടിക്കാണിക്കുന്നത് പിശാചിന്റെ സാന്നിധ്യം എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ലോകത്തുള്ള സർവ്വ പിശാചിന്റെയും ആ അന്ധകാരത്തെ മാറ്റുവാനാണ് സ്വർഗത്തിലെ പ്രകാശമായിരിക്കുന്ന യേശുക്രിസ്തു ഈ ഭൂമിയിൽ അവതരിച്ചത്. കർത്താവ് തന്നെ പറയുന്നുണ്ടോ, ഐ ആം ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്ന എങ്കിൽ എന്നിലുള്ളതായ പ്രകാശം നിങ്ങളിലേക്ക് പകരുവാനും നിങ്ങൾക്ക് ലഭിക്കുന്ന പ്രകാശം അന്ധത ബാധിച്ചിരിക്കുന്നതായ, ഇരുൾ ബാധിച്ചിരിക്കുന്നതായ അനേകരിലേക്ക് പകരുവാൻ വേണ്ടിയാണ് ഞാൻ പ്രകാശമായിട്ട് വന്നിരിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമാണ് എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു സൂര്യനായിട്ടോ ഒരു ദീപമായിട്ടോ അല്ല. യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നതായ നന്മയുടെ പ്രവൃത്തികൾ, തിന്മയെ വെറുക്കുവാനുള്ളതായ ഉപദേശങ്ങൾ, പാപത്തെ വെറുക്കുവാനുള്ളതായ ഉപദേശങ്ങൾ മനുഷ്യന് പകരുവാൻ, ആ അന്ധകാരത്തിലും പാപത്തിലും വെളിച്ചമില്ലാതെ ഇരുട്ടിലിരിക്കുന്ന ജനത്തിന് ആ പ്രകാശം ലഭിക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന സന്തോഷമാണ് അവരുടെ വെളിച്ചം എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. ഞാൻ ലോകത്തിലെ വെളിച്ചമായിരിക്കുന്നു, എന്റെ പ്രകാശം നിങ്ങളിലേക്ക് പകരുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് കർത്താവ് പറഞ്ഞു. ഈ പ്രകാശത്തെ അനുഭവിക്കുകയും അറിയുകയും ആ പ്രകാശത്തെ സ്വീകരിക്കുകയും ചെയ്യുന്നതായ ഓരോ മനുഷ്യരും ദൈവത്തിന്റെ മക്കളായി കർത്താവ് അവിടുന്ന് സ്വീകരിക്കുകയാണ്. അങ്ങനെ സ്വീകരിക്കുന്നതായ ജനത്തെ നോക്കിക്കൊണ്ട് കർത്താവ് ഇപ്രകാരം പറയുന്നു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകത്തെ പ്രകാശിക്കാൻ ഞാൻ വന്നു എങ്കിൽ എന്നിലുള്ളതായ നന്മപ്രവൃത്തികൾ, സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും നന്മപ്രവൃത്തികൾ നിങ്ങളിലേക്ക് പകർന്നോ അത് നിങ്ങൾ അനുഭവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നു, സമാധാനം ഉണ്ടാകുന്നു, ശാന്തി ഉണ്ടാകുന്നു. ജീവിതത്തിൽ അതുവരെയും കാണാത്തതായ അനുഗ്രഹത്തിന്റെ വഴികൾ നിങ്ങളിൽ പ്രകാശിക്കപ്പെടുന്നു. നിങ്ങളിലുള്ളതായ അന്ധകാരങ്ങൾ ഓരോന്നും മാറിപ്പോകുന്നു. അങ്ങനെ നിങ്ങളും ലോകത്തെ പ്രകാശിപ്പിക്കുവാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ള ഒരു ഉദ്ദേശമാണ് കർത്താവ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. യേശുക്രിസ്തുവാകുന്ന ആ പ്രകാശത്തെ ഇരുട്ടിലും വസിക്കുന്നതായ ജനം യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു കഴിയുമ്പോൾ അവരുടെ അന്ധതയ്ക്ക് മാറ്റം സംഭവിക്കുകയാണ്. അതുവരെയുള്ള അവരുടെ ജീവിതത്തിലെ ബന്ധനങ്ങൾ മാറിപ്പോവുകയാണ്, പ്രതികൂലങ്ങൾ മാറിപ്പോവുകയാണ്. ആ രക്ഷകനെ സ്വീകരിക്കുന്നതായ, ആ രക്ഷകന്റെ വെളിച്ചത്തെ സ്വീകരിക്കപ്പെടുന്നതായ ദിനങ്ങളാണ് ഈ നാളുകളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മലഹമാരെന്താണ് ആചാര്യരോട് സംസാരിച്ചത്? ലൂക്കോസ് സുവിശേഷം 2-ാം അധ്യായം 14 നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ഒരു വാക്യം,
അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. Glory to God in the highest, and on earth peace, goodwill toward men. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. രണ്ട് കാര്യം അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒന്നാമത്, അത്യുന്നതങ്ങളായ ദൈവത്തിന് ആദ്യം മഹത്വം കൊടുക്കുന്നു. രണ്ടാമത്, ഭൂമിയിലുള്ള മനുഷ്യർക്ക് സമാധാനവും ശാന്തിയും അനുഗ്രഹവും പ്രകാശവും ലഭിക്കണമെങ്കിൽ ഒരു കാര്യം കർത്താവ് അവിടെ പറയുന്നത്, ദൂതന്മാര് പറയുന്നത്, യേശുവിനെ സ്വീകരിച്ചത് എല്ലാവർക്കും സമാധാനം അനുഭവിക്കുവാൻ കഴിഞ്ഞു. എന്നെ കേൾക്കുന്നതായ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ, എന്നെ കേൾക്കുന്നതായ സഭാജനങ്ങളെ, വിശ്വാസികളെ, നമ്മുടെ മനസ്സിലോ ദൈവപ്രസാദമുള്ളവരായി തീരണം. നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് സമൂഹത്തിൽ കാണുന്ന കാഴ്ചകളൊന്നും ദൈവപ്രസാദമല്ല. എന്തെല്ലാം കാര്യങ്ങളാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ മനുഷ്യൻ ചെയ്തു കൊടുക്കുന്നത്. പണം അതിനൊരു തടസ്സമല്ല, കഷ്ടപ്പാട് അതിനൊരു തടസ്സമായി കാണുന്നില്ല. ഏതെങ്കിലും രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കണം. കാരണം എന്താണ്? ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനമുള്ളൂ. അത് എങ്ങനെ പിടിച്ചു വെക്കണം എന്നുള്ളതായ വെമ്പൽ കൊണ്ട് ഓടുകയാണ് മനുഷ്യൻ. അത് മനുഷ്യൻ തന്നെ അനേക കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ. നല്ല മനോഹരമായ ദേവാലയങ്ങൾ, മണിമന്ദിരങ്ങളാകുന്ന ദേവാലയങ്ങൾ, കോടിക്കണക്കിന് രൂപ മുടക്കി പണിതിരിക്കുന്നതായ ഏതെങ്കിലും രീതിയിൽ മനുഷ്യനെ ആകർഷിക്കണം എന്നുള്ളതായ രീതിയിലുള്ള ദേവാലയങ്ങൾ, അതുപോലെ പുണ്യമായ ക്ഷേത്രങ്ങള്, ഇതൊക്കെയും പണിത് നമ്മുടെ കണ്ണിന് പോലും കാണാൻ അതിനപ്പുറമായിരിക്കുന്ന രൂപത്തിലും ഭാവിയിലും ഭംഗിയിലുമാണ് വളരെ ബ്യൂട്ടിഫുള്ളായി പണിതു വെച്ചിരിക്കുന്ന ദേവാലയങ്ങൾ. മനുഷ്യൻ വിചാരിക്കുന്നത്, ഞാൻ കാണുന്ന ഈ മനോഹരമായ ദേവാലയത്തിൽ നേരത്തെ നടന്നാൽ എനിക്ക് ദൈവപ്രസാദം കിട്ടും, അല്ലെങ്കിൽ അനേക സ്ഥലങ്ങളിൽ പോയി സന്ദർശിച്ചാൽ എനിക്ക് ദൈവപ്രസാദം ലഭിക്കും എന്നുള്ള ഒരു ചിന്തയോട് കൂടിയാണോ ഈ കഷ്ടപ്പാടും എല്ലാം ചുമന്നുകൊണ്ട് മനുഷ്യൻ ദൈവപ്രസാദത്തിന് വേണ്ടി കഷ്ടത അനുഭവിക്കുന്നത്. കർത്താവ് ഇതൊന്നും മറുപടി പറയുവാൻ സാധ്യമല്ല. കർത്താവ് പറഞ്ഞെന്താണ്? നമ്മുടെ മനസ്സ് സന്മനസ്സായിരിക്കണം. മറ്റുള്ളവരെ സഹായിക്കുവാനുള്ള ഒരു മനസ്സായിരിക്കണം നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ ജീവിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരും ജീവിക്കണമെന്നുള്ള ഒരു ചിന്ത. നമ്മുടെ കുട്ടികൾ പഠിക്കുന്നത് പോലെ തന്നെ ഉന്നതമായ വിദ്യാഭ്യാസം മറ്റൊരു കുട്ടികൾക്ക് ലഭിക്കണമെന്നുള്ളതായ ആ ചിന്ത. നാം മനോഹരമായ ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കോട് ലഭിക്കണമെന്നുള്ളതായ ഒരു മനസ്സ്. നമ്മൾ നല്ല ഭവനങ്ങളിൽ, നല്ല മണിമന്ദിരങ്ങളിൽ, നല്ല പട്ടുമത്തുകളിൽ കടന്ന് സുഖം അനുഭവിക്കുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ളവരും സുഖം അനുഭവിക്കണമെന്നുള്ള ഒരു മനസ്സുള്ള വ്യക്തികൾക്ക് മാത്രമേ ദൈവപ്രസാദം ലഭിക്കുവാൻ കഴിയത്തുള്ളൂ. അല്ലാതെ നമ്മൾ വലിയ കോലാഹലങ്ങൾ കാണിച്ചുകൊണ്ടോ, ഇന്ന് നമുക്കറിയാം സമൂഹത്തിൽ കാണുന്ന ക്രിസ്ത്യാനികളുടെ ഇടയിൽ തന്നെ കാണുന്നതായ കോലാഹലങ്ങൾ വളരെയാണ്. അതൊക്കെ മനുഷ്യനെ ആകർഷിക്കുവാനാണ്. എന്തിനാണ് മനുഷ്യനെ ആകർഷിക്കുന്നത്? പണം ഉണ്ടാക്കണം. എങ്ങനെയെങ്കിലും പണമുണ്ടാക്കി സമൂഹത്തിൽ വലിയ വലിയ സ്ഥാനമാനങ്ങൾ നേടിയെടുക്കുവാനും വലിയ വലിയ ബിസിനസ്സുകൾ നടത്തുവാനുമുള്ള പണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് ലഭിക്കുവാൻ കഴിയുന്നത്. അതിന് മനുഷ്യൻ പരക്കം പാഞ്ഞോടുകയാണ്. ദൈവത്തിന്റെ പേരിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടത്തുന്നത്. ഇന്ന് കൺവെൻഷൻ സെന്ററുകളൊക്കെ DJ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. DJ ആണ് നടക്കുന്നത്. ഇതൊന്നും ദൈവപ്രസാദമല്ല, മനുഷ്യനെ പ്രസാദിക്കാൻ വേണ്ടി മാത്രമാണ്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിലോ സന്മനസ്സുണ്ടായിരിക്കണം, നല്ല മനസ്സുണ്ടായിരിക്കണം, നല്ല മനസ്സിന്റെ ഉടമയായിരിക്കണം. അങ്ങനെയുള്ളവർക്കാണ് സമാധാനം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് മനസ്സിലാവുവാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെയുള്ളവർക്കാണ് ദൈവത്തിന്റെ പ്രകാശത്തെ ലഭിക്കുവാൻ കഴിയുള്ളൂ. ഞാൻ ലോകത്തിന്റെ വെളിച്ചമെന്ന് പറഞ്ഞ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ പ്രകാശം നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ നാം ദൈവപ്രസാദം ഉള്ളവരായിരിക്കണമെന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. രണ്ടാമത്തെ ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ അനേകർ കർത്താവിനെ കണ്ട് കർത്താവിനെ മനസ്സിലാക്കുവാനൊക്കെ അറിഞ്ഞു. അഞ്ചപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചതായ ജനം ഇനി അവരുടെ ചിന്ത എങ്ങനെയെങ്കിലും ഈ യേശുവിന്റെ കൂടെ ചേരണം എന്നുള്ള ചിന്തയോടുകൂടി ജനങ്ങളെല്ലാം യേശുവിനെ വലയം ചെയ്യുകയാണ്. കടന്നു പോകുന്നിടത്തെല്ലാം യേശുക്രിസ്തുവിനെ വലയം ചെയ്യുകയാണ്.
അവരൊക്കെയും കർത്താവിനെ ചോദിച്ചു, ദൈവപ്രസാദം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ദൈവപ്രസാദം ഉണ്ടാകുന്നതിന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് കർത്താവിനോട് ചോദിക്കുന്ന മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 28-ാമത്തെ ഭാഗത്തിൽ അത് പറയുവാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? അവരോട് ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, ദൈവപ്രസാദമുള്ള പ്രവൃത്തി അവൻ അയച്ചവനിൽ വിശ്വസിക്കുക അത്രേ എന്നുള്ളതാണ്. ദൈവപ്രവൃത്തി നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ, ദൈവത്തിന്റെ പ്രകാശം നമ്മളിലേക്ക് വ്യാപരിക്കണമെങ്കിൽ യഹോവയാൽ ദൈവം അയച്ചതായ അതിന്റെ പുത്രനെ വിശ്വസിക്കണം. അവൻ അയച്ചതായ ആരെ അയച്ചിരിക്കുന്നുവോ അവനിൽ വിശ്വസിക്കുന്നത് അത്രേ ഒന്നാമത് ദൈവപ്രസാദം എന്ന് പറയുവാൻ തക്കം സാധിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുമ്പോൾ നമുക്ക് മറ്റുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ലഭിക്കുവാൻ കഴിയും എന്നുള്ളതാണ്. ഇന്ന് അനേകർക്ക് ദൈവത്തെ വിശ്വാസമില്ല. ദൈവത്തിന്റെ സ്വഭാവങ്ങളും മറ്റുള്ള പ്രവൃത്തികളൊക്കെയും താല്പര്യമാണ്. പക്ഷേ കർത്താവായ യേശുക്രിസ്തുവിനെ സ്വന്തം രക്ഷകനായി സ്വീകരിക്കാനുള്ള താല്പര്യമോ മനസ്സോ ഇല്ല. അതില്ലാത്തവൻ ഏത് പ്രവൃത്തി ചെയ്താലും അത് ദൈവപ്രവൃത്തിയാകത്തില്ല, ദൈവവിശ്വാസമാകത്തില്ല. മനുഷ്യരെ പ്രകാശിപ്പിക്കുവാനും മനുഷ്യരെ ഞാൻ നല്ലവനാണെന്ന് കാണിക്കുവാനുള്ളതായ കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ദൈവം അംഗീകരിക്കണമെങ്കിൽ ഒന്നാമത് ദൈവത്തിൽ വിശ്വസിക്കുക എന്നുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ദൈവപ്രസാദമുള്ളതായി മാറുകയാണ്. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന അന്ധകാരങ്ങൾ മാറുകയാണ്. നമ്മളിൽ അടങ്ങിയിരിക്കുന്ന പൈശാചികമായ ബന്ധനങ്ങൾ നമ്മളിൽ നിന്ന് മാറുകയാണ്. അത് നമ്മളെ പൂർണ്ണമായി ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന് നമ്മളെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തിന്റെ ആ പ്രത്യേകത നമുക്ക് അനുഭവിക്കുവാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇബ്രാഹിം 15-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കുന്നതല്ലയോ? അപ്പോൾ നമ്മുടെ വിശ്വാസം ദൈവമായ കർത്താവിൽ സമർപ്പണമുള്ളതായിരിക്കണം. മനുഷ്യര് കാണുന്നതിനായിട്ട് ആകരുത് എന്നോ ദൈവത്തിന്റെ വചനമായി പറഞ്ഞു. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കണമെന്നാണ് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ ദൈവപ്രസാദത്തിന് വേണ്ടി ദൈവത്തെ അറിയുകയും നാം വിശ്വസിക്കുകയും ചെയ്യുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമായ കർത്താവിനെ പൂർണ്ണമായ ചിന്തയോടും മനസ്സോടും കൂടെ അവനിൽ വിശ്വസിച്ചെങ്കിൽ മാത്രമേ ദൈവപ്രവൃത്തി നമ്മളിലൂടെ വെളിവാകുവാൻ കഴിയത്തുള്ളൂ. അതാണ് എപ്പോഴും വായിക്കുന്നത്. തന്നിലുള്ളതായ വിശ്വാസം, നമ്മളിലുള്ളതായ വിശ്വാസം അത് പ്രാവർത്തികമാകുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികളെ കൊണ്ട് മാത്രമാണ്. ആ ദൈവപ്രസാദം ലഭിക്കുവാൻ നാം ദൈവത്തിൽ പൂർണ്ണ മനസ്സോടെ വിശ്വസിക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്, ദൈവത്തിന്റെ പ്രസാദം നമുക്ക് ലഭിക്കണമെങ്കിൽ, ദൈവപ്രസാദം ലഭിക്കണമെങ്കിൽ മൂന്നാമത് കാണുവാൻ സാധിക്കുന്നത്, നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ ചെയ്യണം, കൂട്ടായ്മ ആചരിക്കണം. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എന്തെല്ലാം കാര്യമാണ് നമുക്ക് ചെയ്യുവാൻ സാധിക്കുന്നത്. അതാണ് നമ്മൾ മുമ്പേ വായിച്ചത്. But to do good and to communication for God not, for with such sacrifice God is well pleased. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ഈ വകയാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. നന്മ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എല്ലാം അതിൽ അംഗീകരിക്കുകയാണ്. കർത്താവ് നമുക്ക് കാണിച്ചു തന്ന നന്മ പ്രവൃത്തികൾ എന്തെല്ലാമാണ്? മറ്റവനെ സഹായിക്കുക, കഷ്ടപ്പാടവനെ കാത്തു സൂക്ഷിക്കുക, രോഗിയായി കഴിഞ്ഞ അവനെ ആശ്വസിപ്പിക്കുക, തടവിലായ അവനെ ചെന്ന് കാണുക, വിശുദ്ധം പറഞ്ഞ മറ്റുള്ളവരുടെ കണ്ണുനീര് തുളയ്ക്കുന്നതായ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ദൈവപ്രസാദമുള്ളവരായി തീരും. നന്മ ചെയ്യുവാനും കൂട്ടായ്മകാനും മറക്കരുത്. ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത്. ദൈവപ്രസാദം ഉള്ളവർക്കാണ് ദൈവം സമാധാനം എന്ന് പറയുന്നത്. അച്ഛൻ നിങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മത്സരത്തിൽ സമാധാനം
എന്ന് തന്റെ ദൂതന്മാരുടെ ആശ്ചര്യന്മാരോട് പറഞ്ഞപ്പോൾ മനുഷ്യർക്ക് ഏതെങ്കിലും രീതിയിൽ ദൈവപ്രസാദം ലഭിക്കുവാൻ തക്കവണ്ണം ജീവിക്കുകയും ഒരുക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. 147 സങ്കീർത്തനത്തിൽ പറയുന്ന കാര്യം എന്താണ്? 47 സങ്കീർത്തനം 11 വാക്യത്തിൽ പറയുന്നത്, തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നതായ ചിന്ത സന്മനസ്സുള്ളവർക്ക് സമാധാനം, അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. നമുക്ക് സമാധാനം ലഭിക്കാത്തതിന്റെ കാരണം എന്താണ്? ദൈവപ്രസാദം നമ്മളിൽ ഇല്ലാത്തത് കൊണ്ടാണ്. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയിൽ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ദൈവത്തിലുള്ള ഭയം നമുക്ക് ആവശ്യമാണ്. ഇന്ന് മനുഷ്യർക്ക് ഇല്ലാത്തത് കാര്യമാണ് ഭയം എന്നുള്ളത്. ഏത് പ്രവൃത്തി ചെയ്യുന്നതിനും ഒരു കുഴപ്പവുമില്ല, നല്ല ധൈര്യമാണ്. അപ്പനെ കൊല്ലണോ? ഒരു പേടിയുമില്ല. മക്കളെ കൊല്ലണോ? ഒരു പേടിയില്ല. ഭാര്യയെ വെട്ടിക്കൊള്ളണമോ? ഒരു ഭയവുമില്ല. മനുഷ്യന് ഭയമില്ലാത്തതായ ഒരവസ്ഥയിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. തന്നെ ഭയപ്പെടുകയും തന്റെ ദയയെ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരിൽ യഹോവ പ്രസാദിക്കുന്നു. അപ്പൊ ഏത് രീതിയിലാണ് ദൈവത്തെ പ്രസാദം നമുക്കുണ്ടാകേണ്ടത്? യഹോവ പ്രസാദിക്കുവാൻ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നാം ദൈവത്തെ ഭയപ്പെടുകയും ദൈവത്തിന്റെ ആ പ്രത്യാശയിൽ നമ്മൾ പ്രത്യാശിക്കുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് തീർച്ചയായും ദൈവപ്രസാദം ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടണം. ദൈവ തേജസ്സോ ദൈവത്തിന് കൃപ നമുക്കുണ്ടാകണമെങ്കിൽ നമ്മൾ താഴ്ന്നവരായിരിക്കണം. നമ്മളാരും ദൈവത്തെക്കാൾ കൂടുതൽ ഉയരുവാൻ ഇടയാകരുത്. ദൈവത്തെക്കാൾ കൂടുതൽ ഉയരുവാൻ ശ്രമിച്ചതായ ലൂസിഫറിന്റെ അനുഭവം നമുക്കറിയാം. നമ്മുടെ സംസാരത്തിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ നിരൂപണത്തിലോ നമ്മുടെ നോട്ടത്തിലോ ഒന്നും ദൈവത്തെക്കാൾ ഉയർന്നു പോകരുത്. ദൈവത്തിന് വചനം പറയുന്നത്, ദൈവത്തെക്കാൾ കൂടുതൽ മറ്റെന്തിനെങ്കിലും നമ്മൾ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ, മറ്റെന്തിനെങ്കിലും നമ്മൾ ആദരിക്കുന്നുണ്ടെങ്കിൽ, എന്തിനെങ്കിലും നാം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. നമ്മുടെ മനസ്സിൽ അപ്രകാരമുള്ള ചിന്തയുണ്ടെങ്കിൽ, എന്റെ ഇപ്പോഴത്തെ ജീവിത രീതി ഞാൻ ദൈവത്തെക്കാൾ ഉയരത്തിൽ എത്താനാണ് എന്റെ ഭാഗമെങ്കിൽ അത് പാപമാണ്, അത് തെറ്റാണ്, അത് വിഗ്രഹാരാധനയ്ക്ക് തുല്യമാണ്. ദൈവം വെറുക്കുന്ന ഏതേ ഒരു കാര്യം, നീ വിഗ്രഹത്തെ ആരാധിക്കരുത്. ഇന്ന് സമൂഹത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കുന്നത്. മനുഷ്യനെ പ്രസാദിപ്പിക്കുവാൻ നാം ഒരുങ്ങേണ്ടതായ ആവശ്യമില്ല. ദൈവത്തെ ഭയപ്പെടണം എന്നാണ് നമുക്കുള്ള മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ദൈവത്തെ ഭയപ്പെടുന്നവർക്കാണ് അവരുടെ ജീവിതത്തിൽ അന്ധകാരം മാറുവാൻ കഴിയുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇന്ന് മനുഷ്യൻ അപ്രകാരമുള്ള ചിന്തകളെയൊക്കെയും മാറ്റിവെച്ചിട്ട് ജീവിതത്തിൽ അവർക്ക് പ്രകാശം വേണ്ട, ജീവിതത്തിൽ അവർക്ക് പ്രത്യാശ വേണ്ട, ഞങ്ങൾക്ക് ദൈവപ്രസാദം വേണ്ട എന്ന് കന്ന് പറഞ്ഞ് ജീവിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ക്രിസ്ത്യാനികളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ. അവരെക്കുറിച്ച് കർത്താവ് പറയുന്നത് അറിയാമോ? നിങ്ങൾ മരിച്ചിരിക്കുകയാണ്, നിങ്ങൾ മരിക്കപ്പെട്ടിരിക്കുകയാണ്, മരിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത്? കർത്താവ് പറയുന്നത്, പൗലോസ് പറയുന്നത്, നിങ്ങൾ എഴുന്നേൽക്കണം അവിടെ നിന്ന്. ആ മരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നിങ്ങൾ എഴുന്നേൽക്കണം. എന്നാൽ ക്രിസ്തു നിങ്ങൾ പ്രകാശിക്കും. എഫെസ്യർ 5-4 വാക്യം അതാണ് വായിക്കുന്നത്. ഉറങ്ങുന്നവനെ ഉണർന്ന മരിച്ചവരുടെ ഇടയിൽ നിന്നും എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. ക്രിസ്തു എന്റെ മേൽ, നിങ്ങളുടെ മേൽ പ്രകാശിക്കും. എവിടെ നിന്ന്? എന്ത് ചെയ്താലാ? ഉറങ്ങുന്ന അവസ്ഥയിൽ നിന്ന് എഴുന്നേറ്റാൽ. ഇനി ക്രിസ്ത്യാനികൾ ഉറങ്ങിക്കിടക്കുകയാണ്. അവരുടെ പ്രവൃത്തി ഉറങ്ങത്തിന് തുല്യമാണ്, ജീവനില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് കർത്താവ് പറയുന്നത്, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചവനെ, ഉറങ്ങുന്നവനെ ഉണർന്ന് മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കാം, എന്നാൽ ക്രിസ്തു നിന്നിൽ പ്രകാശിക്കും. ക്രിസ്തുവിന്റെ പ്രകാശമാണ് നമുക്ക് അവിടെ ലഭിക്കുവാൻ തക്കവണ്ണമുള്ളതാകേണ്ടത്. ക്രിസ്തുവിന്റെ പ്രകാശം നമുക്ക് ലഭിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ജീവിതം വളരെയധികം ശോചനീയമായ അവസ്ഥയായിരിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ. ഉറങ്ങുന്നവനെ എന്നാണ് അപ്പോസ്തലൻ വിളിക്കുന്നത്. ക്രിസ്ത്യാനികൾ ഉറങ്ങുകയാണ്. നിങ്ങളുടെ ഉറക്കം എവിടം വരെയാണ് പോകുന്നത്? ദൈവത്തെ അറിയാതെ, ദൈവസ്നേഹമില്ലാതെ, ദൈവത്തിന്റെ കൃപകളെ മനസ്സിലാക്കാതെ നീ ജീവിക്കുന്നത് ഉറങ്ങുക മാത്രമാണ്.
അങ്ങനെ ഉറങ്ങിക്കിടക്കുന്നവനെ കർത്താവ് പറഞ്ഞു കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണ്? നീ മരിച്ചവരുടെ കൂട്ടത്തിലോ നിന്നെ എണ്ണപ്പെട്ടിരിക്കുന്നു, ജീവനില്ലാത്തവന്റെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിരിക്കുന്നു. നീ ദൈവത്തെ സ്നേഹിക്കുകയും അറിയുകയും ചെയ്യാനുള്ള തന്മനസ്സ് നിനക്ക് ഇല്ലാത്തത് കൊണ്ട് നീ മരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഉണരുക, മരിച്ചവരുടെ ഇടയിൽ നിന്നും നീ ഉണരുക. ഉണർന്നെങ്കിൽ മാത്രമേ നിനക്ക് ദൈവത്തെ കാണുവാൻ കഴിയത്തുള്ളൂ. Where he said, awake thou that we sleepeth, and arise from the earth, and Christ shall give this life. നീ ഉണർന്നെഴുന്നേൽക്കണം അവരുടെ ഇടയിൽ നിന്നും. നീ ഇപ്പോൾ മരിച്ചു കിടക്കുകയാണെങ്കിൽ, ദൈവത്തെ അറിയാതെ ഈ ലോകത്തെ പ്രകാശിക്കുവാനുള്ള ഈ ലോകത്തിന്റെ ഭൗതിക സുഖങ്ങൾ അനുഭവിച്ചുകൊണ്ട് നീ കിടക്കുകയാണെങ്കിൽ, ജീവിക്കുകയാണെങ്കിൽ, ക്രിസ്ത്യാനിയെ നീ മരിച്ചവനാണോ? നിനക്ക് ജീവനില്ല. നീ അവിടെ നിന്ന് എഴുന്നേൽക്കണം. എന്തിനു വേണ്ടി? ക്രിസ്തു നിന്നിൽ പ്രകാശിക്കുവാൻ, ക്രിസ്തുവിന്റെ പ്രകാശം നിനക്ക് ലഭിക്കുവാൻ നീ അവിടെ നിന്ന് എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. ഈ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ശാന്തിയുടെയും ദിനങ്ങൾ ക്രിസ്തുവിനെ ആഘോഷിക്കുന്ന ദൈവമക്കൾ മനസ്സിലാക്കേണ്ടതോ, എന്നിൽ ക്രിസ്തു ഉണ്ടോ, അത് ഞാൻ ഉറങ്ങിക്കുന്ന അവസ്ഥയാണോ, എന്നിൽ നമ്മയുടെ പ്രകാശമുണ്ടോ, സൽപ്രവൃത്തി എന്നിലുണ്ടോ, സന്മനസ് എനിക്കുണ്ടോ, സമാധാനം എനിക്കുണ്ടോ എന്നുള്ള ചിന്ത എനിക്ക് ദൈവത്തെ പ്രകാശിപ്പിക്കുവാൻ ഉതകുന്നതായി തീരണം. ഇല്ല എങ്കിൽ നീ എഴുന്നേൽത്ത് വരണം, ഉണർന്നെഴുന്നേൽക്കണം, ഉറങ്ങുന്ന അവസ്ഥയിൽ എഴുന്നേൽക്കണം. ഇന്നിലും നിന്റെ കുടുംബത്തിലും ദൈവം പ്രസാദിക്കുവാൻ നീ ഒരുങ്ങേണ്ടത് ആവശ്യമാണ്. ലോകത്ത് സമാധാനം, സന്തോഷം, സൗഭാഗ്യങ്ങള്, ശാന്തി ഇതൊക്കെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലോകം വളരെയധികം ദുർഘടം നിറഞ്ഞ അവസ്ഥയിലേക്ക് കടന്നു പോവുകയാണ്. യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഭൂകമ്പങ്ങളും കൊടുങ്കാറ്റുകളും വെള്ളപ്പൊക്കങ്ങളും എല്ലാ രീതിയിലും തകർക്കപ്പെടുന്നതായ ഒരു അവസ്ഥയിലേക്ക് മനുഷ്യൻ വന്നിരിക്കുകയാണ്. അധികം നാളൊന്നും മനുഷ്യന് ജീവിതമില്ല. ദൈവത്തിന്റെ വഴിയിൽ നിനക്ക് ദൈവത്തെ വിശ്വസിച്ച് ജീവിക്കണമെങ്കിൽ നിന്റെ ജീവിതത്തിന് മാറ്റമുണ്ടാകണം, മാനസാന്തരം ഉണ്ടാകണം. മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹായിക്കുവാനും നീ ഒരുങ്ങണം. നിന്റെ സ്വന്തം സഹോദരനോട് പോലും നീ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുകയല്ലോ. നിന്റെ അമ്മയോടും നിന്റെ അപ്പനോടും നീ സ്നേഹമില്ലാതെ പ്രവർത്തിക്കുകയല്ലയോ. എപ്പോഴും മനുഷ്യനെ വഞ്ചിക്കണം, കൊല്ലണം, നശിപ്പിക്കണമെന്നുള്ള ചിന്തയാണ് നിനക്കുണ്ടെങ്കിൽ അതിനെ മാറ്റി ഈ 2024 ക്രിസ്മസും ന്യൂ ഇയറും നീ ആഘോഷിക്കാൻ പോവുകയാണെങ്കിൽ നിന്റെ ജീവിതത്തിലേക്കൊന്ന് പുറകോട്ട് നോക്കണം. എനിക്ക് ദൈവപ്രസാദമുണ്ടോ, എനിക്ക് ദൈവപ്രസാദം എനിക്ക് ലഭിക്കുവാൻ ഇടയാകുന്നുണ്ടോ എന്നോ ഒന്ന് മനസ്സിലാക്കി ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നീ ചിന്തിക്കുകയാണെങ്കിൽ നിനക്ക് ദൈവപ്രസാദം ഉണ്ടാകുവാനുള്ള ഒരു വഴിയിലേക്ക് ദൈവം നിന്നെ നടത്തുവാൻ ഇടയായിത്തീരും. ഒരു പുതിയ ന്യൂ ഇയറും കൂടി നമ്മൾ ആഘോഷിക്കാൻ പോവുകയാണ്. 1 വർഷം നമ്മളെ വിട്ട് കടന്നു പോവുകയാണ്. ഏതാനും ദിവസങ്ങളിൽ കഴിഞ്ഞാൽ ഈ 2024 നമ്മെ വിട്ട് കടന്നു പോകും. ഇതുവരെ നമ്മെ സൂക്ഷിച്ചതായ ദൈവത്തെ 2025 നിനക്ക് സൂക്ഷിക്കുവാൻ, നിനക്ക് സ്നേഹിക്കുവാൻ, ദൈവത്തെ ബഹുമാനിക്കുവാൻ, നിനക്ക് ആരാധിക്കുവാൻ കഴിയുമോ എന്ന് നിനക്ക് പറയുവാൻ സാധിക്കുമോ? ഇപ്പോൾ തന്നെയാണ് നിന്റെ ജീവിതത്തിന് മാറ്റം വരുത്തേണ്ടത്. എന്നെ ശ്രവിക്കുന്നതായി, എന്റെ ശബ്ദം കേൾക്കുന്ന ഈ നിമിഷം തന്നെ ഈ ദൈവത്തെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും സ്നേഹിപ്പാനും ആരാധിപ്പാനും നിന്റെ ജീവിതത്തെ വേർതിരിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ നീ വേർതിരിച്ചാൽ നിനക്ക് സന്മനസ്സുള്ളവരായത്തിലും ശാന്തിയും സമാധാനവും നിനക്കുണ്ടാകും. നിന്നെ നോക്കിക്കൊണ്ട് കർത്താവിൻ ദൂതന്മാര് പറയും, അച്ഛൻ നിങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള തന്റെ മക്കൾക്കെല്ലാം സമാധാനം. നിന്റെ കുടുംബത്തിലും നിന്റെ സഭയ്ക്കും നിന്റെ വ്യക്തിപരമായ ജീവിതത്തിനും നിന്റെ ചുറ്റുപാടുകൾക്കും നിന്റെ അയൽക്കാർക്കും എല്ലാം സമാധാനം ലഭിക്കുവാൻ സന്മനസ്സുള്ളവരായി തീരുക, ദൈവപ്രസാദമുള്ളവരായി തീരുക. ദൈവപ്രസാദമുണ്ടെങ്കിൽ നിന്റെ അന്ധകാരം മാറുകയുള്ളൂ. കർത്താവ് പറഞ്ഞു, യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തെ പ്രകാശിക്കുവാൻ ഞാൻ ലോകത്തിന്റെ വെളിച്ചമായി തീർന്നെങ്കിൽ നീയും എന്റെ പ്രകാശത്തിൽ ജീവിക്കുവാൻ കഴിയണം. ഈ പ്രകാശം നിന്റെ ജീവിതത്തിൽ ഒരു തന്മനസ് ഉണ്ടാക്കുവാൻ ആകട്ടെ. കുടുംബ ജീവിതത്തിന്റെ, വ്യക്തിപരമായ ജീവിതത്തിന്റെ ആ നല്ലൊരു പ്രകാശം, നല്ലൊരു സ്വഭാവം നിനക്കുണ്ടാകുവാൻ, മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ്, മറ്റുള്ളവരെ ബഹുമാനിക്കാനുള്ള ഒരു മനസ്സ് നിനക്കുണ്ടാകുകയാണെങ്കിൽ പൂർണ്ണമായും ദൈവപ്രസാദമുള്ളവരായി തീരും. പാവപ്പെട്ട ആട്ടിടന്മാരോട് നോക്കി പറഞ്ഞതോ, നിങ്ങൾക്ക് ദൈവപ്രസാദമുണ്ടോ? നിങ്ങൾക്ക് ദൈവത്തിന്റെ പ്രസാദമുള്ളത് കൊണ്ട് നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ഉണ്ടാകുവാൻ ഇടയായിത്തീരും. യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്ന ശേഷമാണ്
സമാധാനവും സന്തോഷവും അല്ലെങ്കിൽ ശാന്തി എന്താണെന്ന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്. ആ സന്തോഷത്തിന്റെ നല്ല അനുഭവം നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബങ്ങളിലേക്കും നിങ്ങളുടെ സഭകളിലേക്കും എത്തുവാൻ തക്കണം ഒരുങ്ങണം. പരസ്പരം നാം സ്നേഹിക്കുക, പരസ്പരം നാം ബഹുമാനിക്കുക, പുരോഹിതന്മാരെ ബഹുമാനിക്കുക, ഉപദേശിമാരെ ബഹുമാനിക്കുക, ബിഷപ്പന്മാരെ ബഹുമാനിക്കുക. നമ്മൾ അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ട് അവരെ തകർക്കുവാനല്ല നോക്കേണ്ടത്. നിങ്ങൾക്ക് ഉപദേശം തരുന്നതായ തന്റെ ദാസന്മാരെയും ദൈവത്തിൽ പ്രസാദമുള്ളവരാണ്. അവരുടെ നല്ല ഉപദേശങ്ങളെ സ്വീകരിപ്പാൻ നിങ്ങളുടെ ആവശ്യമാണ്. നമ്മുടെ കുടുംബ ജീവിതത്തിലോ പരസ്പരം സ്നേഹിപ്പാനും ബഹുമാനിപ്പാനും പരസ്പരം നമ്മുടെ ജീവിതം ഷെയർ ചെയ്യുവാൻ തക്കവണ്ണം നാം ഒരുക്കമുള്ളവരായിരിക്കണം എന്ന് ഈ സമയം ഞാൻ ഓർപ്പിക്കുകയാണ്. ഈ നന്മയുടെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഒരു നല്ല ക്രിസ്മസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ സന്തോഷത്തിന്റെയും ദീർഘായുസിന്റെയും നല്ലൊരു പുതുവർഷം കൂടി നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആശംസിക്കുകയാണ്. ദൈവമായ കർത്താവ് എത്രത്തോളം നമ്മെ നടത്തി വീണ്ടും നടത്തുവാൻ കഴിവുള്ള ദൈവം നമ്മോട് കൂടെയുണ്ട്. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടാണ്ട് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് ഒരുങ്ങാം. ഈ 2024 ഇതുവരെയുള്ള ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്നും ഏതെങ്കിലും രീതിയിൽ അകന്നു പോയിട്ടുണ്ടെങ്കിൽ മടങ്ങി വരിക. ദൈവം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. അതുപോലെ പുതുവർഷത്തെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ പുതിയ തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ദൈവത്തിന്റെ പയതിലായി ജീവിപ്പാൻ തക്കവണ്ണം ഒരുങ്ങുക. ശാന്തിയും സമാധാനവും സൗഭാഗ്യങ്ങളും എല്ലാ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. നിങ്ങൾക്ക് ദൈവമായ കർത്താവ് നൽകട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. എന്റെയും ഭദ്രാസനത്തിന്റെയും എല്ലാ ക്രിസ്മസ് ആശംസകളും ന്യൂ ഇയർ ആശംസകളും ഈ സമയം ഞാൻ നൽകുന്നു. സർവ്വശക്തനായ ദൈവം നിങ്ങൾ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഈ എളിയ മെസ്സേജ് ഞാൻ വിരമിക്കുന്നു. ദൈവം നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.